കരുട് ഭാരത് നമ്മളോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാർ സാറാണ്. സാർ, സ്വാഗതം. നമസ്തേ. നമ്മൾ തമിഴ്നാടും പുതുച്ചേരിയും പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. പ്രവചനങ്ങളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് അവിടെ വിജയ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. പുതുച്ചേരിയിൽ ഏറെക്കുറെ പ്രതീക്ഷിച്ച ഒരവസ്ഥയാണ്. NDA അവിടെ അധികാരത്തിലേക്ക് വരുന്ന ഒരു സൂചനയും വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ അവിടെ അവരുടെ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണോ? MGR, ജയലളിത, കരുണാനിധി ഇവരുടെ ഒരു പിന്തുടർച്ച വിജയിലൂടെ സംഭവിക്കുകയാണോ സാർ? എന്താണ് നിരീക്ഷിക്കുന്നത്? തമിഴ്നാട്ടിൽ തീർച്ചയായിട്ടും ഒരു പുതിയ യുഗം പിറക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയധികം എക്സിറ്റ് പോളുകളൊന്നും വിജയിയുടെ ഈ തരത്തിലുള്ള ഉയർച്ച പ്രവചിച്ചിരുന്നില്ല. പക്ഷെ എന്നാൽ ആക്സിസ് മൈ ഇന്ത്യ അത് പറഞ്ഞിരുന്നു 110 തൊട്ട് 120 സീറ്റ് വരെ കിട്ടാമെന്ന് പറഞ്ഞിരുന്നു. മറ്റൊരു എക്സിറ്റ് പോളുകാരും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ബഹുഭൂരിപക്ഷം ആൾക്കാരും DMK ഭരണത്തിൽ തുടരും എന്നുള്ള സൂചനകളാണ് നൽകിയിരുന്നത്. എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് DMK 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. കേവലം 50 52 സീറ്റിലാണ് അവർ ലീഡ് ചെയ്യുന്നതാണ് ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ടത്. ADMK BJP സഖ്യത്തിന് 75 സീറ്റിലധികം ഉണ്ട്. വിജയിക്ക് 100-105 സീറ്റിലധികം. കൃത്യമായിട്ട് എനിക്ക് ഇപ്പോഴത്തെ കണക്ക് നമുക്ക് അവൈലബിൾ അല്ല. പക്ഷെ എങ്കിലും ഇപ്പൊ ഏതാണ്ട് ഒരു കാര്യം വ്യക്തമാണ്. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വിജയ് നയിക്കുന്ന TVK ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നത്. ഇവിടെ ഇപ്പോ എന്നോട് ചോദ്യം ചോദിച്ചു, MGRന്റെയും അതുപോലെ തന്നെ ജയലളിതയുടെയും അതുപോലെ കരുണാനിധിയുടെയും ഒക്കെ അവരുടെ ഒരു രാഷ്ട്രീയ പിന്തുടർച്ചയാണോ അല്ലെങ്കിൽ പിൻഗാമിയായിട്ടാണോ വിജയ് വരുന്നത്? ശരിക്കും ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പിൻഗാമി അല്ല വിജയ്. എന്തുകൊണ്ടോ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത് ശ്രദ്ധിച്ചില്ല. അത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വിജയ് 2 വിഷയങ്ങളിൽ ദ്രാവിഡ പാർട്ടികളുടെ അടിസ്ഥാന മൂല്യങ്ങളെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തേത്, അദ്ദേഹം പറഞ്ഞു ഞാനൊരു വിശ്വാസിയാണ്. അതായത് മാത്രം അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമാക്കി, എൻ്റേത് ആത്മീയമായ ഒരു മതനിരപേക്ഷതയാണ്. ആത്മീയ മതനിരപേക്ഷത, അതായത് സ്പിരിച്വൽ സെക്കുലറിസം. ഐ ആം നോട്ട് ആൻ എത്തിസ്റ്റ് എന്ന് പുള്ളി പറഞ്ഞു. അതായത് ഞാൻ നിരീശ്വരവാദിയല്ല. തന്തൈ പെരിയോർ EV രാമസ്വാമി നായിക്കർ ദ്രാവിഡ പ്രസ്ഥാനം രൂപപ്പെടുത്തിയപ്പോൾ അതിന്റെ ആധാരശിലയായിരുന്നു എയ്ത്തിസം, അതായത് നിരീശ്വരവാദം. ഗണപതിയുടെ വിഗ്രഹങ്ങൾ തകർത്തുകൊണ്ട്, അതുപോലെ ദൈവങ്ങളെ ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് തമിഴ്നാട്ടിൽ ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയത്. പിന്നീട് MGRന്റെ കാലഘട്ടമായപ്പോഴേക്കും MGR ക്ഷേത്രങ്ങളിലൊക്കെ പോയിരുന്ന ആളായിരുന്നു. പക്ഷെ രഹസ്യമായിട്ടായിരുന്നു. അത് ഒരിക്കലും അദ്ദേഹം പരസ്യപ്പെടുത്തിയിരുന്നു. ഇവിടെ തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയക്കാരൻ ആദ്യമായിട്ട് ജനങ്ങളെ അഭിമുഖീകരിച്ചു, ഞാൻ അവിശ്വാസിയല്ല വിശ്വാസിയാണ്. അത് ഒന്നാമത്തെ വ്യത്യാസം. ദ്രാവിഡ പാരമ്പര്യവുമായിട്ട് ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, തമിഴ്നാട്ടിൽ DMKയുടെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തെ, ആ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്നാണ്. സനാതനധർമ്മത്തെ തള്ളിക്കളയുന്ന ഒരു നിലപാടും എടുത്തിരുന്നില്ല സാർ. സനാതനധർമ്മത്തെ തള്ളിക്കളയുന്ന ഒരു നിലപാടും DMK പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതെ 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 സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം, തുടച്ചു നീക്കണമെന്നാണ് സ്റ്റാലിന്റെ മകൻ പരസ്യമായിട്ട് പ്രസ്താവിച്ചത്. 100% അങ്ങനത്തെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഉദയനിധി സ്റ്റാലിൻ. ഈ ഹിന്ദി പ്രക്ഷോഭം 1967 കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ഭക്തവത്സലത്തെ പുറത്താക്കുന്നത് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭവുമായിട്ടാണ്. അന്ന് അണ്ണാദുരൈയായിരുന്നു DMK നേതാവ്, അന്ന് ദ്രാവിഡ കഴകം അവരുടെ നേതാവ് അണ്ണാദുരൈയായി. ആ അണ്ണാദുരൈ അദ്ദേഹം ഹിന്ദി ബോർഡുകൾ കരിയോയിലൊഴുക്കിയ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ശാരീരികമായിട്ട് വരെ ആക്രമിക്കാൻ ശ്രമിക്കുക, അങ്ങനെ ഒരുപാട് പരസ്യമായിട്ടുള്ള അക്രമത്തിന്റെ വക്കിലേക്ക് എത്തുന്ന, അല്ലെ അക്രമം തന്നെയായിട്ടുള്ള ഒരുപാട് പ്രവൃത്തികളുമായിട്ടാണ് അവിടെ തമിഴ്നാട്ടിൽ ഭാഷയുടെ പേരിൽ ഒരു കൊടുങ്കാറ്റുണ്ടാക്കിയത്. അപ്പൊ വിജയ് എടുത്ത നിലപാട് ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കുക എന്നുള്ള BJPയുടെ സമീപനം, അതുപോലെ ഹിന്ദിയെ എതിർക്കുക എന്നുള്ള, ഹിന്ദിയെ എല്ലാ രീതിയിലും എതിർക്കുക എന്നുള്ള DMKയുടെ സമീപനം, രണ്ടിനും ഞാൻ എതിരാണ്. അത് നഴ്സറി കുട്ടികൾ തമ്മിലുള്ള ഒരു സംഘർഷം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഹിന്ദി ഒരു ഭാഷ എന്നുള്ള നിലയിൽ മറ്റു ഭാഷകളെ പോലെ തന്നെ
എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് സ്നേഹവും എതിർപ്പും ഇല്ല. ആ രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് വിജയ് നടത്തിയത്. ഈ രണ്ട് അടിസ്ഥാന പ്രസ്താവനകൾ ദ്രാവിഡ പാരമ്പര്യമല്ല വിജയുടേതെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ വിജയ് മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം പുതിയ ഒരു വഴി വെട്ടി തുറക്കുകയാണ് തമിഴ്നാട്ടിൽ. ഇനി മറ്റൊരു ചോദ്യമുണ്ട്. വിജയ് ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യനാണ് എന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. അതായത് അദ്ദേഹം യഥാർത്ഥത്തിൽ ക്രിസ്തുമത വിശ്വാസിയാണ്, പക്ഷേ അത് പുറത്ത് പറയാം. ഇപ്പൊ ഈ അടുത്ത കാലം തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയപ്പോൾ അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാത്ത ക്ഷേത്രമാണ്. അപ്പോൾ അദ്ദേഹം സനാതന ധർമ്മത്തിൽ താൻ വിശ്വസിക്കുന്നതെന്ന് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം കയറിയെന്നാണ് പറയുന്നത്. അല്ലാതെ അവിടെ കയറാൻ പറ്റില്ല. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ കയറി എന്നുള്ളത് ഒരു സത്യവുമാണ്. എന്തൊക്കെ ആയാലും ശരി, DMKയുടെ വഴിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു വഴിയിലൂടെയാണ് വിജയ് സഞ്ചരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയക്കാര് പലരും ഇതൊന്നും, കേരളത്തിലെ മാധ്യമങ്ങളും ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാൻ തയ്യാറില്ല. ഒരുപക്ഷെ കാലാകാലങ്ങളിലായിട്ട് കേരളത്തിൽ പറഞ്ഞു പരത്തിയിരിക്കുന്ന ആഖ്യാനങ്ങളുടെ മുനയൊടിക്കുന്ന പ്രവൃത്തിയാണ് വിജയ് അവിടെ കാണിച്ചിരിക്കുന്നത്. തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വഴിത്തിരിവാണ്. ദ്രാവിഡ രാഷ്ട്രീയം, ദ്രാവിഡ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് വിജയ് ദ്രാവിഡർക്കെതിരല്ലെങ്കിലും അദ്ദേഹം ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ തുടക്കത്തിൽ തന്നെ അവർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുകയാണ്. ഇത് ഒരുപക്ഷെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, BJP വളരെ തന്ത്രപരമായ ഒരു സമീപനം തമിഴ്നാട്ടിൽ സ്വീകരിച്ചതിൽ ഒരുപക്ഷെ ഈ വിജയുടെ ഈ നയങ്ങളെക്കുറിച്ച് ശരിയായ വിലയിരുത്തലിന് ശേഷമായിരിക്കാം. അതായത് BJP പറയേണ്ട പല കാര്യങ്ങളും തമിഴ്നാട്ടിൽ വിജയ് പറയും. അതുകൊണ്ടായിരിക്കും അണ്ണാമലയെ പോലൊരാളിനെ അവർ പെട്ടെന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയത്. അതായത് DMK വിരുദ്ധ വോട്ടുകൾ വിജയിക്ക് BJPക്കുമായിട്ട് വിഭജിച്ച് പോകേണ്ട സാഹചര്യം ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ടുണ്ടാകും. സെക്കൻഡ് റൗണ്ടിൽ ഒരുപക്ഷെ അണ്ണാമല തമിഴ്നാട്ടിൽ തിരിച്ചു വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് തമിഴ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന റീ എഞ്ചിനീയറിംഗ് വിജയ് നടത്തും. അതിനുശേഷം മറ്റൊരു രാഷ്ട്രീയം അവിടെ രൂപപ്പെടും. ഇപ്പോ വിജയ്ക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 234 അംഗ നിയമസഭയാണ് തമിഴ്നാട്ടിലുള്ളത്. ഒന്നുകിൽ DMK പിളരണം, അല്ലെങ്കിൽ AIADMK പിളരണം. അതല്ലെങ്കിൽ പിന്നൊരു സാധ്യത DMK BJP AIADMK സഖ്യവും TVKയുമായിട്ട് എന്തെങ്കിലും ധാരണകളിൽ എത്തിച്ചേരണം. അതായത് വിജയ്ക്കാണ് കൂടുതൽ സീറ്റ്, ഒരുപക്ഷെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ നീക്കം അവിടെ AIADMK നടത്തുമോ? അങ്ങനെ നടത്തിയാൽ ഒരുപക്ഷെ AIADMK സംബന്ധിച്ചിടത്തോളം അത് നഷ്ടക്കച്ചവടം ആയിരിക്കുമോ? അതായത് എടപ്പാടി പളനിസ്വാമി അത്ര വലിയൊരു കരിഷ്മ എന്നുള്ള നേതാവല്ല. വിജയുടെ കൂടെ ചേർന്നാലുള്ള അണികൾ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ പോകുമോ? ഇവിടെ പലരും ചൂണ്ടിക്കാണിക്കുന്നത് DMKയുടെ പരാജയത്തിന്റെ ഒരു കാര്യം, ഗ്രാമീണ മേഖലയിൽ ഇപ്പോഴും AIADMKക്ക് പിന്തുണയുണ്ട്. നഗരപ്രദേശങ്ങളിലാണ് DMKയുടെ കേന്ദ്രങ്ങൾ, പട്ടണങ്ങളും നഗരങ്ങളും. അതൊക്കെ തന്നെ വിജയിയുടെ കൂടെക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിലെ ചെറുപ്പക്കാരെ, ജൻസി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ജനറേഷൻ, അവർ വിജയിയോടൊപ്പമാണ്. തമിഴ്നാടിന്റെ പുതിയ ഒരു മുന്നേറ്റത്തിന്റെ തുടക്കമാകുമോ ഇത്? തമിഴ്നാട്ടിൽ ഒരു പുതിയ രാഷ്ട്രീയം രൂപപ്പെടുകയാണോ? അതായത് വടക്കേ ഇന്ത്യയും ഹിന്ദിയുമായിട്ട് ഒരു സംഘർഷം. എനിക്കൊരു ചോദ്യം. ഇതിപ്പോ DMKക്കെതിരെ വളരെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ അവിടെ മനസ്സിലാകുന്നുണ്ട്. അപ്പോ ഈ വിജയുടെ ഒരു ഉയർച്ച ഒരു വൺ ടൈം വണ്ടർ എന്ന് നമുക്ക് കരുതേണ്ടതുണ്ടോ? അതോ സ്ഥായിയായി വിജയാണ് ഇനി അവിടുത്തെ ഒരു അധികാര കേന്ദ്രം എന്ന രീതിയിൽ തമിഴ്നാട്ടിൽ വരിക? അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് വൺ ടൈം വണ്ടറായിട്ട് തമിഴ് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് വിജയകാന്ത്. അദ്ദേഹമായിരുന്നു തളപതി എന്ന് പറയുന്നത് വിജയകാന്ത് ആയിരുന്നു. ഇളയ തളപതിയാണ് വിജയ്. അപ്പോ 15% വോട്ട് നേടി ഒരു സമയത്ത് വിജയകാന്തിന്റെ MDMK മുപ്പൂർക്ക് ദ്രാവിഡ കഴവ് എന്തോ അങ്ങനെയാണ് അതിന്റെ പേര്. അപ്പോ ആ രാഷ്ട്രീയ പ്രസ്ഥാനം വിജയകാന്ത് വൺ ടൈം വണ്ടർ ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഒരിക്കലും ആ പ്രകടനം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും വലിയ പ്രശ്നമായിരുന്നു. പൊതുവേദിയിലൊക്കെ എത്തുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും. പക്ഷെ വിജയ് അത്ര വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കൗശലക്കാരനായ രാഷ്ട്രീയം അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഇപ്പൊ ക്രിപ്റ്റോ ക്രിസ്ത്യൻ ആണെന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു കൗശലം ഉണ്ടല്ലോ. ഇവിടെ വിജയിയുടെ ഒരു പ്രത്യേകത ഞാൻ കാണുന്ന, അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്, വ്യക്തമായ രാഷ്ട്രീയ മുദ്രാവാക്യമുണ്ട്, വ്യക്തമായ പോളിസികളുണ്ട്. ഇത് പുറത്തു പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ഇപ്പം തമിഴ്നാട്ടില് അദ്ദേഹത്തിന്റെ റാലികളിൽ ഉണ്ടായ ആൾക്കൂട്ടം
തിക്കും തിരക്കും കൂടിയിട്ടുണ്ടായ മരണങ്ങൾ, ഇതെല്ലാം ഇതിനെയൊക്കെ അതിജീവിച്ചാണ് വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ ഭരണത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഇപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ വിവാഹമോചനം നേടുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. സർവ്വ പ്രതിസന്ധികൾക്കും നടുവിലൂടെയും നടന്നു വരുന്ന, അഗ്നികുണ്ഡങ്ങളിലൂടെ നടന്നു വരുന്ന ഒരാൾ അപ്പുറത്തെത്തിയെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ദീർഘകാല ഇന്നിങ്സിനായിരിക്കും അവിടെ വരുന്നത്. ഒരു കാര്യം കൂടി, ഇതാണ് എനിക്ക് ഇപ്പോഴുള്ള ഒരു തോന്നൽ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാർ. ഇപ്പോ വിജയ് അദ്ദേഹം ഈ സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് BJP-ക്കെതിരെ പ്രത്യക്ഷത്തിൽ രംഗത്ത് വന്ന ആളാണ്. ഈ മെഴ്സൽ സിനിമയൊക്കെ വന്ന സമയത്ത് രാഷ്ട്രീയ പ്രവേശനം നടത്തിയപ്പോഴും വിജയ് നടത്തിയ പ്രസ്താവന ആരുമായും കൂട്ടുകൂടാനില്ല, ആരുമായിട്ടും സഖ്യത്തിനില്ല. പക്ഷെ ഇപ്പോ വന്നിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം വിജയ്ക്ക് ഒറ്റയ്ക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ DMK-യുമായിട്ട് കൈകൊടുക്കുവോ അതോ AIDMK BJP സഖ്യവുമായിട്ട് കൈകൊടുക്കുവോ വിജയ്? എന്റെ വിലയിരുത്തലില് അദ്ദേഹം DMK-യുമായിട്ട് കൈകൊടുക്കാൻ തയ്യാറാവില്ല. കാരണം അദ്ദേഹം പിടിച്ചെടുത്തിരിക്കുന്ന വോട്ടുകൾ DMK-യുടെ പക്കൽ നിന്നാണ്. DMK-ക്കും വിജയോടൊപ്പം ചേരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ തമിഴ്നാട്ടിൽ ഇപ്പോ DMK-യുടെ ഭരണം അവസാനിപ്പിച്ച വ്യക്തിയാണ് വിജയ്. അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ അധികാരത്തിന് വേണ്ടി ഒറ്റയടിക്ക് മാറി മറിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. മാത്രമല്ല, ഞാൻ പറയാൻ വിട്ടുപോയ ഒരു സംഭവമാണ്. വിജയ് ദ്രാവിഡ പ്രസ്ഥാനത്തെ എതിർത്തതിന് മൂന്നാമതൊരു കാരണവും കൊണ്ടുണ്ട്. അതും അദ്ദേഹം പറയുമെന്നുണ്ടായിരുന്നു. അവരുടെ കുടുംബ രാഷ്ട്രീയം. ആ കുടുംബ രാഷ്ട്രീയത്തിനും ഇവരുടെ അഴിമതി, അതും അദ്ദേഹം ഇലക്ഷൻ തന്റെ യോഗങ്ങളിലൊക്കെ തന്നെ ഊന്നി പറഞ്ഞിരുന്ന ഒരു വസ്തുതയാണ്. ഇതിനെയൊക്കെ എതിർത്തിട്ട് ഒറ്റയടിക്ക് മലക്കം മറിഞ്ഞ അദ്ദേഹം DMK-യുടെ കൂടെ ചേരുന്ന മണ്ടത്തരം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാൾ അദ്ദേഹത്തിന് എപ്പോഴും നല്ലത് AIDMK സഖ്യവുമായിട്ടോ അവരുടെ പുറത്തു നിന്നുള്ള പിന്തുണയോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിളർത്താൻ വിജയ് ശ്രമിക്കും എന്ന് ഞാൻ കരുതുന്നു. തൽക്കാലം എന്തായാലും വിജയുടെ ദിവസങ്ങളാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ മന്ത്രിസഭാ രൂപീകരണത്തിന് ഗവർണർക്ക് ക്ഷണിക്കാതിരിക്കാൻ പറ്റില്ല. അവിടെ മാനിപ്പുലേഷനുള്ള ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് തുറന്നു കിട്ടും. ഇതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കൂടുതൽ വിശദാംശങ്ങൾ പൂർണ്ണ ഫലം വന്നതിന് ശേഷം നമുക്ക് വിശദമായി ഒന്നുകൂടി ഇത് ചർച്ച ചെയ്യാം. ശരി.